അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് സമസ്ത എന്ന് പറഞ്ഞാൽ? എന്താണ് സമസ്ത മുസ്ലിയാക്കന്മാരിൽ ഉന്നതിയിലെത്താൻ, അറിയപ്പെട്ട ആളാവാൻ എന്താണ് ചെയ്യേണ്ടത്? അതല്ലെങ്കിൽ എന്താണ് ഈ സമസ്ത സുന്നി എന്ന് പറഞ്ഞാൽ? അവർക്ക് ഖുർആനും പറ്റൂല, ഹദീസും പറ്റൂല. മറിച്ച് ഉമ്മാമ കഥ ഇങ്ങനെ പറഞ്ഞാൽ കള്ളക്കഥകൾ, കണ്ടതും കേട്ടതും എന്തെങ്കിലും ഉണ്ടാക്കി പറയുക. ഒരാൾ പറഞ്ഞതിന് വലുതായിട്ട് മറ്റേയാൾ വേറൊരു കള്ളക്കഥ പറയുക. അങ്ങനെ പറയുന്ന ആളുകളാണ് വലിയ പണ്ഡിതന്മാർ. ഏതായിരുന്നാലും ജനങ്ങൾ സത്യം മനസ്സിലാക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ പേരോടിനെ പോലെ, ഹാരിസ് മദനിയെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ കുറച്ചൊക്കെ സത്യം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാൽ ഈ സമസ്തക്കാര് വല്ലാതെ കെട്ടുകഥകൾ പറയുക, ഉമ്മാമക്കഥ പറയുക, ഡിങ്കൻ കഥകൾ പറയുക. ഇപ്പൊ CM-നെ പറ്റി വല്ലാതെ പറയുന്ന ഒരു മുസ്ലിയാരുണ്ട്, പകര മുസ്ലിയാർ. 200ഓളം കുട്ടികളെ പഠിപ്പിക്കുന്ന മുദരിസാണെന്നൊക്കെ പറയണത്. 200 50,000 ആളുകളെ പഠിപ്പിച്ച മുദരിസാണെങ്കിലും ഖുർആനിലും ഹദീസിലും ഇല്ലാത്തത് പറഞ്ഞാൽ തോട്ടുക്ക് വലിച്ചെറിയണം, അല്ലേ? എന്നിട്ട് ഇല്ലാത്ത കഥകൾ പറയാ. ഈ പറയുന്ന കഥകളോ നിങ്ങൾ ചിന്തിച്ചുക്കണോ? ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനെ പറ്റി ഇവർ പറയണില്ല. ഇപ്പോ ഒരുപാട് ഇവരുടെ വലിയ വലിയ നേതാക്കന്മാരുണ്ട്. ഭയങ്കരാണ്. അവര് മരിക്കോളം പറയില്ല, മരിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പ പറച്ചിൽ തുടങ്ങും. സൂചന മതിയല്ലോ ബുദ്ധിയുള്ളവർക്ക്. ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ കറാമത്തൊന്നും പറയാനില്ല. അപ്പൊ ഇവരെ സ്വഭാവം എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓലെ പറ്റി ഇങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല കള്ളത്തരങ്ങളും പല കളവുകളും പറയാം. നുണ പറയുന്നതിൽ, കളവുണ്ടാക്കി നുണ പറഞ്ഞ് കറാമത്തുണ്ടാക്കുന്നതിൽ ആരതാണോ കൂടുതൽ ഫിറ്റാകുന്നത് അവരാണ് ഉന്നതിയിലെ ഉസ്താദുമാര്. ഏതായിരുന്നാലും CM-നെ സംബന്ധിച്ച് പേര് കേട്ട ഉസ്താദാണല്ലോ പകര. കളവല്ലാതെ അയാൾ പറയില്ല. എത്രയെത്ര കളവാണ് അയാൾ പറയണേ! എന്തൊരു തള്ളാണോ അയാൾ തള്ളണത്! പടച്ച റബ്ബേ, ഇങ്ങനെയൊക്കെ തള്ളിയിട്ടും ഈ കൗമ് വിശ്വസിക്കുന്നുണ്ടല്ലോ. ഈ കൗമിന് എന്ത് പറ്റിയത് ഞാൻ ചിന്തിക്കണത്. എന്ത് തള്ളു പറഞ്ഞാലും വിശ്വസിക്കുക. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ് എന്ന് പറയാം. നമ്മളെങ്ങാനും അത് ഖുർആനിലും സുന്നത്തിനും വിരുദ്ധാണ്, അത് ഖുർആനിലും ഹദീസിലുണ്ടോ തെളിവോടെ ചോദിച്ചാൽ നമ്മൾ വഹാബികളാവും. നിങ്ങൾ കേട്ടോളി, പകര ഉസ്താദിന്റെ തള്ള് എന്തൊരു തള്ളാണ് പടച്ചോനെ തള്ളണത്! ഇതൊക്കെ വിശ്വസിച്ച് യാ കൗമ മുന്നിൽ ഇരിക്കുന്നുണ്ടല്ലോ, ഇത് കേട്ടുകൊണ്ട് ഈ കൗമ ഇരിക്കുന്നുണ്ടല്ലോ. ഒന്ന് ശ്രദ്ധിക്കും എന്താണ് ഈ പകര പറയുന്നത് എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. സമസ്ത സുന്നി എന്ന് പറഞ്ഞാൽ ഉമ്മാമക്കഥ പറയാ, ഉമ്മുമക്കഥ പറയാ, ഇല്ലാത്ത കഥകൾ പറയാ. പേരോട് ഒരു കഥ പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു കഥ പകര പറയും. പകരനെക്കാട്ടിലും വലിയൊരു കഥ പറഞ്ഞാൽ വേറെ ആള് വേറെ വലിയ കഥ പറയും. അങ്ങനെ ഇവർ തന്നെ പോറ്റികളാകുക. ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വിശ്വാസത്തിന് ചൂഷണം ചെയ്യുക. കേട്ടോളി, പകരയുടെ ഏറ്റവും വലിയ തള്ള്. നീ മുസ്ലിം ആകണം, അതാണ് നല്ല മാർഗം, അതാണ് ശരി എന്നൊക്കെ പറയും. പല അങ്ങാടികളിലും ചെന്ന് പല മുസ്ലിങ്ങളോട് ഇത് പറയും. ആരെയും പേടിയില്ല. അങ്ങനെ CM-ന്റെ വാക്ക് അഫർ ചെയ്യുകയും ചെയ്യും. ചിലരുടെ കൽബിലൊക്കെ അത് തട്ടും, ചിലരൊക്കെ ഇസ്ലാമിലേക്ക് വരും. അത് കണ്ട ചില മുസ്ലിങ്ങളിൽപ്പെട്ട 1-2 ആളുകൾ തീരുമാനിച്ചു CM-നെ വഞ്ചിക്കാൻ. അങ്ങനെ 2 ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരാം. CM വലിയുള്ളാഹിയുടെ കഴുത്തിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് അവര് ഒരു വിജന സ്ഥലത്തേക്ക് 2 പേരും കൂടെ CM-ഉമായിട്ട് പോവുകയാണ്. അവിടുന്ന് ഷാത്തുകയിലും എല്ലാം വേണ്ടി പോവുക. അങ്ങനെ ഒരു പുഴന്റെ അടുത്താണ് ഇവർ രണ്ടാളും. ഉദ്ദേശം പുഴന്റെ അരികിലെത്തിയ 2
പുഴയിലേക്ക് ഉന്തുക, കൊല്ലുക എന്നാണ്. അങ്ങനെ പുഴന്റെ അടുത്തെത്തിയപ്പോ തോളിൽ കൈവച്ച ആള് സിയമലിയുള്ളാന്റെ കഴുത്ത് പിടിച്ചു. ഉടനെ തന്നെ സിയമലിയുള്ള എങ്കിൽ എന്നെ കൊല്ലാനാണെങ്കിൽ നൃത്തം എങ്കിൽ ഒരു ഇടി എന്ന് പറഞ്ഞു. അതിൽ വാനലോകത്തു നിന്ന് ഒരു വലിയ ഇടി വന്നു. അയാളെ തെറിപ്പിച്ച് കളഞ്ഞു. അവിടെ കിടന്ന് അയാൾ മരിച്ചു. മറ്റേ ആൾ ഓടിക്കളഞ്ഞു. മുത്ത് മുസ്ലിമീങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലായപ്പത് CM ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്ത്? എല്ലാരോടും മുസ്ലിം ആവണം എന്ന് പറയും. CM ആരും ഭയല്ല. അങ്ങനെ CM കാഫിറിനോടും എല്ലാരോടും ചെന്നുകാണ്ട് മുസ്ലിം ആകണം എന്ന് പറയും. കാരണം CM പേടിയൊന്നുമില്ലല്ലോ ആരെയും. അങ്ങനെ കുറച്ച് ആളുകൾക്ക് വൈരാഗ്യമായി. CM ഒന്ന് ചതിക്കണം എന്ന് പറഞ്ഞാൽ CM ഒന്ന് കൊല്ലണം എന്ന് ഓല് മനസ്സുകൊണ്ട് കരുതി. എന്തൊരു പൊട്ടത്തരാണ് ഈ മനുഷ്യൻ പറയണത്. ഇവരെ വലിയ ഉസ്താദാണ്. അങ്ങനെ എന്ത് ചെയ്തു എന്നറിയോ? അങ്ങനെ ഇവർ CM കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. 1-2 അമുസ്ലിങ്ങളായിരിക്കുന്ന ആളുകൾ പിന്നെ CM തോളിൽ കൂടെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോയി. ഏതോ ഒരു പൊയ്ക്കാണ് കൊണ്ടുപോകണത്, ഒരു പുഴയിലേക്കാണ് കൊണ്ടുപോകണത്. ഏതാ പുഴ എന്നറിയില്ല, ഏതോ പൊയ്ക്ക് നോക്കിയാണ് പറയണത്. ആയിക്കോട്ടെ, ഏതാണ് പുഴ എന്ന് അറിയില്ല. അങ്ങനെ കൊണ്ടുപോയി CM കൊല്ലാൻ വേണ്ടി ഇങ്ങോട്ട് നിൽക്കുമ്പോൾ എന്ത് ചെയ്തു? CM ഇടി എന്ന് പറഞ്ഞു. ഇടി, അതിലൊരു ഇടി അങ്ങോട്ട് പൊട്ടി. എങ്കിൽ ഒരു ഇടി CM കൊല്ലാൻ വേണ്ടി പോവുകയാണ്. CM കൗത്ത് പിടിച്ചു കണ്ട് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ഒരു പുഴയിലേക്ക്. അങ്ങനെ പുഴയുടെ അടുത്ത് എത്താനായപ്പം CM മനസ്സിലായി കൊല്ലാനാണ്. അപ്പൊ എങ്കിൽ ഒരു ഇടി എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ ഒരു ഇടി അങ്ങോട്ട് പൊട്ടി. അതിൽ കൊല്ലാൻ വേണ്ടി വിളിച്ച ഇയാൾ മരിച്ചു, മറ്റേ ആള് ഓടി രക്ഷപ്പെട്ടു. ഇത് എവിടെ പറഞ്ഞതാണ് പകര? ഇതാര് പറഞ്ഞതാണ്? ഈ ജാതി ഇമ്മാമക്കഥകളും ഉമ്മാമക്കഥകളൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുക. എന്തെല്ലാം കളവ് പറയുന്നുവോ, എന്തെല്ലാം ഉമ്മാമക്കഥ പറയുന്നുവോ അതൊക്കെ വിശ്വസിക്കുക എന്നതാണ് സമസ്തയുടെ ലക്ഷ്യം. വലിച്ചെറിയണ്ടേ സഹോദരങ്ങളെ ഈ വിശ്വാസമൊക്കെ? അപ്പോ കൊണ്ടുപോകുന്ന മുമ്പ് തന്നെ അറിഞ്ഞില്ലേ? ആ കൊല്ലണ അതേ സമയത്താണ് തോളിട്ട് കൊണ്ടുപോകുമ്പോൾ CM അറിയുന്നത്. എന്തൊരു കഷ്ടാണ് പടച്ചോനത്. ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കറാമത്തും പറയണില്ലല്ലോ. മരിച്ചു കഴിഞ്ഞ വല്ലാതെ കറാമത്ത് പറയാ. ഇങ്ങനെ പല ശുദ്ധ കളവുകളും ഇയാൾ പറയും. ഇയാളാണെങ്കിൽ പറയുമ്പോൾ ഒരു ചിരിയും കൂടല്ല. വളരെ ബുഖാരിയിലെ ഹദീസ് പറയുന്നത് പോലെയാണ്. ഖുർആനും ബുഖാരിയിലെ ഹദീസും പറയുന്നത് പോലെയാണ് ഇയാൾ പറയല്. ഒഞ്ച മോര്യരെ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കണ എന്തിനാ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനിൽ എന്ത് പറഞ്ഞോ, പ്രവാചകൻ എന്ത് പറഞ്ഞോ, പ്രവാചകൻ പറഞ്ഞ കഥയാണോ? ഈ ജാതി ഊടത്തരൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കണ്ട. ജനങ്ങളെ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനും ഹദീസും പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.